ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാൻസ് വേൾഡ്. സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. സിഗ്നൽ ബേസിക് ടൈപ്സ്. ഫോർത്ത് ടൈപ്പ് ആണ് സൈനസോയിഡൽ സിഗ്നൽ. ഒരു കണ്ടിന്യൂസ് ടൈം സൈനസോയിഡൽ സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5. അതിൽ നമ്മളുടെ ഈ സൈൻ നമുക്ക് കോസ് വെച്ച് റീപ്ലേസ് ചെയ്യാം. ജസ്റ്റ് ഡിഫറൻസ് വരൽ നമ്മളുടെ ഗ്രാഫിൽ മാത്രമാണ്. ഈ റെഡ് മാർക്കിലുള്ള ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അത് സൈനിൻ്റെതും ഡാർക്കിൽ കാണിക്കുന്നത് കോസിൻ്റെ സിഗ്നലാണ്. ദെൻ എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി, ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ആംഗിൾ. ഈ കാണുന്ന വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഒരു പീരിയോഡിക് സിഗ്നലിൻ്റെ ആണ്. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 2π/ω ആണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേസിൽ നിന്നും ഈ ഒരു ഫേസ് വരെയുള്ള ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ആംഗുലർ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ആംഗുലർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 2π/t. ഇത് നമുക്ക് നമ്മുടെ ആംഗുലർ ഫ്രീക്വൻസീൻ്റെ വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ നമുക്ക് അതിന് ഡിസ്റ്ററിങ് ടൈം നോക്കുകയാണെങ്കിൽ എക്സ് ഓഫ് എൻ, നമ്മൾ എക്സ് ഓഫ് എന്നിലാണ് ഡിസ്റ്ററിങ് ടൈം സിഗ്നൽസിനെ റെപ്രസെൻ്റ് ചെയ്യുക. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ സൈൻ ഓഫ് ഒമേഗ എൻ പ്ലസ് 5. അതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് ടൈം പീരീഡ് നമുക്ക് കിട്ടൽ, ഇതിലെ ടൈം പീരീഡ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യൽ എൻ വെച്ചിട്ടാണ്. എൻ ഈസ് ഈക്വൽ ടു 2π/ω_n. ഈ ഇതിൽ നിന്ന് നമുക്ക് ഒമേഗനെ കാൽക്കുലേറ്റ് ചെയ്യാം. കണ്ടിന്യൂസിൻ്റെയും ഡിസ്ട്രിങ്റ്റിൻ്റെയും പീരിയോഡിസിറ്റിൻ്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒമേഗൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് നമ്മുടെ ഡിസ്ട്രിങ്റ്റിൻ്റെ പീരിയോഡിസിറ്റി മാറാം. ചിലപ്പോൾ പീരിയോഡിസിറ്റി ആവാം, അല്ലെങ്കിൽ പീരിയോഡിക് ആവാം, അല്ല പീരിയോഡിക് അല്ലാതിരിക്കാം. പക്ഷേ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നോക്കുകയാണെങ്കിൽ അത് ഓൾവേസ് പീരിയോഡിക് ആയിരിക്കാം. ഒരു കണ്ടിന്യൂസ് ടൈം റിയൽ എക്സ്പോണൻഷ്യൽ സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു ആൽഫ ടി. എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. ഈ ആൽഫൻ്റെ വാല്യൂസ് അനുസരിച്ചിട്ട് നമ്മളുടെ എക്സ്പോണൻഷ്യൽ ഡയഗ്രാമത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, ഷേപ്പിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇത് ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഓഫ് ടീൻ്റെ ഗ്രാഫ് വരൽ നമ്മളുടെ ഒരു ഡി സി സിഗ്നലിൻ്റെ ആയിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞാൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു ആൽഫ ടി ആണ്. ഈ ആൽഫ 0 വരുമ്പം ഈ ഒരു വാല്യൂ 1 ആയി മാറും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ, അതിന് ആംപ്ലിറ്റ്യൂഡ് ഇറ്റ്സെൽഫ് ആയിട്ടാണ് നമുക്ക് ഗ്രാഫായിട്ട് കിട്ടുക. ദെൻ പോസിറ്റീവ് വാല്യൂ വരുമ്പോൾ അതൊരു ഇൻക്രീസിങ് എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് നമുക്ക് ഗ്രാഫ് കിട്ടുക. ജസ്റ്റ് ലൈക്ക് ദിസ് ഇൻക്രീസിങ് എക്സ്പോണൻഷ്യൽ. നമുക്ക് ഈ ആൽഫക്ക് വാല്യൂ ഗ്രേറ്റർ ദാൻ 0നേക്കാൾ ഇപ്പോൾ 1 കൊടുക്കുകയാണെങ്കിലും 2, 3 വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ എന്ത് വാല്യൂ ആണോ ഈ ആൽഫക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്കൊരു എക്സ്പോണൻഷ്യൽ, ഇത് ഇൻക്രീസിങ് ആയിട്ടുള്ളൊരു ഗ്രാഫാണ് കിട്ടുക. ദെൻ ആൽഫക്ക് നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് 0നേക്കാളും ചെറുത് -1, -2, -3 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആണ് വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്രീസിങ് എക്സ്പോണൻഷ്യൽ ആയിരിക്കും. ഡിക്രീസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഷേപ്പ് വരിക, ഡിക്രീസിങ് എക്സ്പോണൻഷ്യൽ. നെക്സ്റ്റ് നമുക്ക് DTSൻ്റെ കേസ് നോക്കാം. ദാറ്റ്സ് മീൻസ് ഡിസ്ട്രിക്ട് ടൈം റിയൽ എക്സ്പോണൻഷ്യൽ സീക്വൻസിനെ റെപ്രസെൻ്റ് ചെയ്യൽ എക്സ് ഓഫ് എൻ ആയിട്ടാണ്. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എൻ. അതിൻ്റെ ഗ്രാഫ് റെപ്രസെൻറ്റേഷന് നമ്മൾ പറഞ്ഞത് ആൽഫൻ്റെ വരുന്ന വാല്യൂസിനനുസരിച്ചിട്ടാണ് ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. ഡിസ്ട്രിങ്റ്റിൻ്റെ കേസ് വരുമ്പോൾ എക്ക് വരുന്ന വാല്യൂസിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്യുക. ഇതിൽ 4 കേസസാണ് പറയാനുള്ളത്. എ ഗ്രേറ്റർ ദാൻ 1, പിന്നെ എ വിൽ ബി ബിറ്റ്വീൻ 0 and 1, എ ലെസ് ദാൻ -1, ദെൻ എ ഇൻ ബിറ്റ്വീൻ -1 and 0. നെക്സ്റ്റ് ആണ് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ. ലാസ്റ്റ് ടൈപ്പാണ് ഈ പറയുന്നത്. ഒരു കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നലിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു എസ് ടി. എസ് എന്ന് പറഞ്ഞാൽ എസ് ഈസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ എന്നാണ്. ഇതൊരു എസിന് കൊടുക്കുന്ന വാല്യൂ ആണ്. നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എസിനുള്ള വാല്യൂസ് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നതാണ് ഈ കാണിക്കുന്ന സ്റ്റെപ്സ് ഓരോന്നും കാണിച്ചിരിക്കുന്നത്. എ ഇൻറ്റു ഇ റൈസ് ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ ടി. ഇതിനെ നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. എ ഇൻറ്റു ഇ റൈസ് ടു സിഗ്മ ടി ഇൻറ്റു
e റൈസ് ടു ജെ ഒമേഗ ടി. ഇതിൽ ഇങ്ങനെ ഈ ഒരു ഫോർമുലയിലാണിത് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഇത് ഫൈനൽ നമുക്ക് ഇക്വേഷൻസ് ഇങ്ങനെ കിട്ടും. എ ഇൻറ്റു ഇ റൈസ് ടു സിഗ്മ ടി കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി. ഇതിലും എസ്സിന് കിട്ടുന്ന വാല്യൂസിനനുസരിച്ചിട്ട് നമ്മുടെ ഗ്രാഫിനുള്ള ഷേപ്പ് വ്യത്യാസം വരുന്നുണ്ട്. എസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കൊരു ഡി സി സിഗ്നലിൻ്റെ ഗ്രാഫാണ് കിട്ടുക. പിന്നെ എക്സ് ഓഫ് ടി നമുക്ക് എസ് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെങ്കിൽ അതൊരു ഇൻക്രീസിങ് എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് കിട്ടുക. പിന്നെ അത് സിഗ്മ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അത് ഡിക്രീസിങ് ആയിരിക്കും. സോൾവ് ഔട്ട് ആയിട്ട് നമുക്കൊരു ആംഗുലർ ഫ്രീക്വൻസി പ്രസൻറ്റ് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്കൊരു വേവ് ഫോം ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. അത് അതിന് ജെ ഒമേഗൻ്റെയും വാല്യൂസിനനുസരിച്ചിട്ട് അത് പ്ലസ് ഓർ മൈനസ് ആണോ അല്ലെങ്കിൽ സിഗ്മ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കത് ഇൻക്രീസിങ് ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു വേവ് ഫോം ആയിരിക്കും നമുക്ക് പിന്നീട് കിട്ടുക.